ഈ കഴിഞ്ഞ വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണം, ഹവാല പണം, അതിൻ്റെ കണക്കുകൾ അത് ചില വ്യക്തത വരുത്തുന്ന കാര്യങ്ങളാണ്. പോലീസ് പിടിച്ച കള്ളക്കടത്ത് സ്വർണത്തിന്റെ വിശദമായ കണക്ക് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ വിശ്വസ്തനായ IPS ഉദ്യോഗസ്ഥൻ MR അജിത് കുമാറിന് സംരക്ഷണ കോട്ട കിട്ടിയത്. സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി പോലീസിന്റെ മനോവീര്യം തകർക്കരുതെന്ന് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. ഭരണപക്ഷ MLA PV അൻവറിനെ സ്വർണ്ണക്കടത്തിന്റെ നിഴൽ നിർത്തിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ തിരിച്ചടി. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാകും. അതിന് നമുക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. PV അൻവർ MLAയുടെ ആരോപണങ്ങൾ കൊണ്ട് മാത്രം ADGPയെ മാറ്റില്ല. അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറക്ക് അതിന്മേൽ യുക്തമായ തീരുമാനവും കൈക്കൊള്ളും. RSS നേതാക്കളെ MR അജിത് കുമാർ കണ്ടത് തനിക്കു വേണ്ടിയല്ല. എന്നാൽ സന്ദർശനത്തിന്റെ കാരണം വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായതുമില്ല. IDGP RSS നേതാക്കളെ കണ്ടത് എൻ്റെ ഇടനിലക്കാരനായിട്ടാണ് എന്നാണല്ലോ നിങ്ങൾ പലരും പറയാൻ വേണ്ടി ശ്രമിച്ചത്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും നിയോഗിക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ സംഘടനാ നേതാവിനെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഔദ്യോഗിക കൃത്യനിർവഹണത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കൂടിക്കാഴ്ചയാണെങ്കിൽ നിയമത്തിനും ചട്ടങ്ങൾക്കും അനുസൃതമായ നടപടിയുണ്ടാകും. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് അന്വേഷിക്കുന്നത് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ തന്നെയല്ലേ എന്ന ചോദ്യത്തിലും മറുപടി വ്യക്തം. അജിത് കുമാർ തന്നെ അന്വേഷിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ മാറ്റിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കട്ടെ, അന്വേഷണ ഉത്തരവ് വരട്ടെ, അത് വരട്ടെ. 24-ാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. 24-ാം തീയതിക്കുള്ളിൽ കിട്ടുമെന്നാണ് തോന്നുന്നത്. ADGPക്കെതിരെ നടപടി വേണമെന്ന് പ്രതിപക്ഷം മാത്രമല്ല CPI അടക്കം ഘടകകക്ഷികളും CPMൽ തന്നെ ഒരു വിഭാഗവും ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് RSS നേതാക്കളെ കണ്ട വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൽ അവർ തൃപ്തരാണോ? തൃപ്തരാണെങ്കിലും അല്ലെങ്കിലും ADGP MR അജിത് കുമാറിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നിലപാട് മാറ്റമില്ല. അന്തിമ റിപ്പോർട്ടുകൾ വരുന്നതുവരെ എന്ത് ആരോപണം നേരിട്ടാലും അന്വേഷണം നേരിട്ടാലും ക്രമസമാധാന ചുമതലയിൽ ADGP MR അജിത് കുമാർ തുടരുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയുന്നു. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.